ഈ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ നാഡീവ്യൂഹം, അതായത് തലച്ചോറ്, സ്പൈനൽ കോഡ് അതായത് സുഷുമ്ന നാഡി, കണ്ണിൻ്റെ ഞരമ്പുകൾ, ഇവ മൂന്നുമാണ് സെൻട്രൽ നാഡീവ്യൂഹം. ഇതിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂൺ മെക്കാനിസം, അതായത് പ്രതിരോധ മെക്കാനിസത്തിൽ വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ആൻറ്റിബോഡീസ് ആണല്ലോ. പക്ഷേ ഈ ബ്ലഡ് ബ്രെയിനിലേക്ക് ചെല്ലില്ലല്ലോ. അവിടെ ഈ ഒരു ബാരിയർ ഉണ്ടല്ലോ, അല്ലേ, ബ്രെയിൻ ബ്ലഡ് ബാരിയർ. അപ്പോൾ അത് കടന്ന് ആൻറ്റിബോഡീസ് എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? പിന്നെ MS എന്ന് പറയുന്ന രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാലും അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി വെക്കാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അറ്റാക്കുകൾ വരാനുള്ള സാധ്യതയും വൈറ്റമിൻ D കറക്റ്റ് ചെയ്താൽ കുറവാണെന്ന് പഠനങ്ങളുണ്ട്. ഈ ഒരു രോഗമാണ് നമുക്ക് ശരിക്കും ട്രീറ്റ്മെൻ്റ് ഉള്ള രോഗങ്ങളിലൊന്ന്. ജനിതക രോഗങ്ങളിൽ ഒട്ടുമുക്കാലും നമുക്ക് ചികിത്സയില്ല. പക്ഷേ SMA വളരെ ഫലപ്രദമായ 3 ചികിത്സകളുണ്ട്. നമ്മുടെ ഓരോ ചലനങ്ങളെയും ശരീരത്തിൻ്റെ ആകെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ് നാഡീവ്യൂഹം അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം. എന്നാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയോ ജനിതക വൈകല്യങ്ങളോ ഈ നാഡീവ്യൂഹത്തിനെതിരായി പ്രവർത്തിച്ചാൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്? നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് സയൻസ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ അഡീഷണൽ പ്രൊഫസറും മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് സ്പെഷ്യൽ ക്ലിനിക്കിൻ്റെ ചുമതലയുമുള്ള ഡോക്ടർ ശ്രുതി എസ് നായർ ആണ് ഇന്ന് ദ സയൻസ് ടോക്കിൽ അതിഥി. 2014 മുതൽ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ന്യൂറോളജി വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. ദ സയൻസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ശ്രീ ചിത്രതിരുനാൾ ആശുപത്രിയിലെ ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിനായിട്ടൊരു സ്പെഷ്യൽ ക്ലിനിക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ചുമതലയാണല്ലോ. അപ്പോൾ എന്താണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നൊന്ന് വിവരിക്കാമോ? അപ്പോൾ ശ്രീ ചിത്രതിരുനാൾ ആശുപത്രി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോളജിയുടെ കീഴിൽ ഓരോ അസുഖത്തിനായിട്ടെങ്കിൽ ഓരോ സ്പെഷ്യാലിറ്റിക്കായിട്ട് പല പല ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ്റെയും വേറൊരു വിഭാഗമായ ന്യൂറോമസ്കുലർ ഡിസോർഡേഴ്സ് എന്ന വിഭാഗത്തിൻ്റെയാണ് എനിക്ക് ചാർജ് ഉള്ളത്. ഇതിൽ നമ്മൾ MS വേണ്ടിയിട്ട്, അതായത് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് നമ്മൾ വിളിക്കുന്ന MS എന്നാണ്, അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ക്ലിനിക്ക് നമ്മൾ തുടങ്ങിയത് 2015-ലാണ്. ഇതിൻ്റെ ആവശ്യം എന്താ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് MS എന്ന് പറയുന്ന രോഗത്തിൻ്റെ പ്രിവലൻസ്, അതായത് രോഗങ്ങളിലുള്ള തോത് കൂടി വരികയാണ്. 1970-കളിൽ ഒരു ദശലക്ഷം ആൾക്കാരിൽ 1-2 മാത്രമായിരുന്നത് ഇപ്പോൾ കൂടി അറൗണ്ട് ഒരു 5 മുതൽ 20 വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ അസുഖം എന്നത് നമ്മളുടെ രാജ്യത്ത് കൂടി തന്നെ വരികയാണെന്ന് നമുക്കറിയാം. അതുകൂടാതെ നമുക്ക് ഇതിനെ പുതിയ ചികിത്സകളും പുതുതായിട്ട് ചെയ്യേണ്ട രീതികളും ഒക്കെ വന്നപ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഒരു സ്പെഷ്യൽ ക്ലിനിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കെയർ ഒത്തിരി വ്യത്യാസം വരുമെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ചിന്തയുടെ ബേസിലാണ് ഈ ഒരു ക്ലിനിക്ക് ഉണ്ടാവാൻ കാരണം. ഈ രോഗം എന്താണ്? ഈ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ നാഡീവ്യൂഹം, അതായത് തലച്ചോറ്, സ്പൈനൽ കോഡ് അതായത് സുഷുമ്ന നാഡി, കണ്ണിൻ്റെ ഞരമ്പുകൾ, ഇവ മൂന്നുമാണ് സെൻട്രൽ നാഡീവ്യൂഹം. ഇതിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂൺ മെക്കാനിസം, അതായത് പ്രതിരോധ മെക്കാനിസത്തിൽ വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. നോർമലായിട്ട് ഇത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മളുടെ ബാക്ടീരിയയോ വൈറസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഈ പ്രതിരോധ മെക്കാനിസം. അതിന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ. അതിലൊന്നാണ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്. അപ്പോൾ ഈ രോഗത്തിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നമുള്ളതിനാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ തലച്ചോറിലോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലോ നമ്മുടെ ഞരമ്പിൻ്റെ കോട്ടിങ് നഷ്ടപ്പെടും, ഈ അബ്നോർമൽ ഇമ്മ്യൂണിറ്റിയുടെ എഫക്റ്റ് കാരണം. അപ്പം അങ്ങനെ അത് കാരണം അതിന് തക്കതായിട്ടുള്ള, ഇപ്പം കണ്ണിൻ്റെ ഞരമ്പിലാണെങ്കിൽ കാഴ്ചയുടെ ബുദ്ധിമുട്ടോ, സ്പൈനൽ കോഡിലാണെങ്കിൽ കൈക്ക് തരിപ്പ് അല്ലെങ്കിൽ നടക്കാൻ പ്രയാസം, അങ്ങനെ ഏത് ഭാഗത്താണോ ഈ പ്രയാസം വരുന്നത് അതിന് തക്കതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതാണ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറയുന്ന രോഗം. ഇങ്ങനെ വരിക, പിന്നൊന്ന് ഭേദമാകുക, പിന്നെയും വരിക, ഇങ്ങനെ ഭേദമാകുക എന്നുള്ള രീതിയിൽ പല അറ്റാക്കുകൾ ഉണ്ടാകുന്നതാണ് ഇതിലുണ്ടാകുന്നത്. മൊത്തമായിട്ട് ഇതിൽ സംഭവിക്കുന്ന ഡീമയലിനേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് ഞരമ്പിൻ്റെ കോട്ടിങ്ങിന് വരുന്ന ആ ഒരു കുറവിനെയാണ് ഡീമയലിനേഷൻ എന്ന് വിളിക്കുന്നത്, അറ്റാക്ക് കാരണം വരുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പം ഈ ഇമ്മ്യൂണിറ്റി, ഈ പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ആൻറ്റിബോഡീസ് ആണല്ലോ. പക്ഷേ ഈ ബ്ലഡ് ബ്രെയിനിലേക്ക് ചെല്ലില്ലല്ലോ. അവിടെ ഈ ഒരു ബാരിയർ ഉണ്ടല്ലോ, അല്ലേ, ബ്രെയിൻ ബ്ലഡ് ബാരിയർ. അപ്പോൾ അത് കടന്ന് ഈ
ആൻറ്റിബോഡീസ് എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? അത് വളരെ ഒരു ഉചിതമായ ഒരു ചോദ്യമാണ്. നമ്മളൊരു MBBS സ്റ്റുഡൻറ്റേ എന്ന് പ്രതീക്ഷിക്കുന്ന ടൈപ്പുള്ള ഒരു ചോദ്യമാണത്. അതായത് ഇതിനെ ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റഡ് അവയവമായിട്ടാണെന്ന് വെച്ചേക്കുന്നത്. കാര്യം ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട്. അത് ക്രോസ് ചെയ്യാനായിട്ട് പൊതുവേ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള പിന്നെ സെൽസിൻ്റെ കോശങ്ങൾക്ക് സാധിക്കില്ല. പക്ഷെങ്കിൽ ഈ ചില അസുഖങ്ങളിൽ ചില സ്പെസിഫിക് സെൽസിന് അതിൻ്റെ വീക്കായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനെ തന്നെ നശിപ്പിക്കാനുള്ള കെമിക്കൽസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അങ്ങനെ വരുന്ന രോഗങ്ങളിലൊന്നാണ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബ്രെയിനിലേക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ അതിലെ ചില ഈ കോശങ്ങൾ നമ്മൾ ബ്ലഡിൽ കൂടെയൊക്കെ സഞ്ചരിച്ച് ബ്രെയിനകത്ത് കയറിയിട്ട് അവ ആക്ടിവേറ്റഡ് ആയിട്ട് ബ്രെയിനകത്ത് തന്നെ ഈ ആൻറ്റിബോഡി ഉണ്ടാക്കും. അപ്പം അങ്ങനെ പലയിടത്ത് അത് ഒരു ടൈപ്പ് മാത്രമാണ്. ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നുണ്ട്, കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ലോക്കലായിട്ട് തന്നെ ഇരിക്കുന്ന കുഴപ്പമില്ലാത്ത സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് അവയും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് തിരിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലാണ് അവിടുത്തെ ആ ഇമ്മ്യൂൺ പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ന്യൂറോൺസിൻ്റെ ആ ആക്സിൻ്റെ ആ പ്രോട്ടീൻ ഷീറ്റിനെയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. അതെ അതെ, ആ ഷീത്തിൻ്റെ പേരാണ് മൈലിൻ ഷീത്ത്. അപ്പോൾ അത് പോകുന്നതുകൊണ്ടാണ് ഡീമൈലിനേഷൻ. അപ്പോൾ ഇത് പോയി കഴിയുമ്പോൾ ഒരു ഇൻസുലേഷൻ പോയി കഴിയുമ്പോൾ ആ വയറ് അതിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ അങ്ങ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ മൈലിൻ ഷീത്തിന് പല ചുമതലകളുണ്ട്. അതിലേറ്റവും വലിയ ചുമതല എന്ന് പറയുന്നത് സ്പീഡിൽ ഒരു സാധനം നമ്മളുടെ ബ്രെയിൻ കൊടുക്കുന്ന ആ ഒരു ഓർഡർ സിഗ്നൽ എത്ര പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്കോ കാലിലേക്കോ കണ്ണിലേക്കോ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ജോലി. പക്ഷെ അത് കൂടാതെ ആ ഞരമ്പിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഭക്ഷണം, അതിനുള്ള വേണ്ട അതിനെ പോഷിപ്പിക്കാനുള്ള സാധനങ്ങളെല്ലാം ബ്ലഡിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഇതിലേക്ക് എത്തിക്കുന്നതും ഒരു പരിധിവരെ മൈലിൻ്റെ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് ലിങ്ക്ഡ് ആണ്. കാരണം അത് കറക്റ്റായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ആ സ്പീഡിനെ കുറയ്ക്കുന്നത് കൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഈ ചലനങ്ങളിൽ ബുദ്ധിമുട്ട് ഇപ്പം പറയുന്നത് കേട്ടിട്ടുണ്ട്, കൃഷ്ണമണി ചലിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൈ കാൽ ചലനം ഇങ്ങനെ വളരെ താമസിച്ച് വരിക. അപ്പം അതെല്ലാം ഇതുകൊണ്ടാണ്. അതെ അതെ. അപ്പം ഇതെല്ലാം ഈ ഒരു നമ്മൾ കറക്റ്റായിട്ട് പോകേണ്ട. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഒരു വളരെ ചെറിയ അംശമേ അവസാനം വരെ എത്തുന്നുള്ളൂ ഈ ഡിസിപ്പേഷൻ, അതിൻ്റെ ആ പ്രൊട്ടക്ഷൻ പോകുന്നതുകൊണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഒരു ലക്ഷണങ്ങൾ അനുഭവിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ന്യൂറോളജി വിഭാഗത്തിൽ കാണിക്കേണ്ടത്? ഇനിയും അവിടെ എത്തിയാലും പല രോഗങ്ങൾക്കും ഏകദേശം ഒരേ ലക്ഷണങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെങ്ങനെ വേർതിരിച്ചൊക്കെ അറിയാം? ഇതിൻ്റെ കൃത്യം ഡയഗ്നോസിസ് ഒക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം, ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരിലാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഒരു 15-45 വയസ്സിനിടയ്ക്ക് ഉള്ള ആൾക്കാർക്കാണ് പൊതുവേ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് വരുന്നത്. ആണുങ്ങളിലും പെണ്ണുങ്ങളിലും വരാറുണ്ട്. പക്ഷേ സ്ത്രീകളിൽ ഒരു 3 ഇരട്ടി തവണയെങ്കിലും ഈ അസുഖം കൂടുതലാണ്. അപ്പോൾ ഈ പ്രായത്തിലുള്ള ആൾക്കാർ ചില സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് വരുമ്പോഴാണ് നമ്മൾ MS ആണെന്ന് ചിന്തിക്കുന്നത്. ഏറ്റവും സാധാരണയായ MS കാണുന്നത് ഒരു കണ്ണിന് കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെടുക എന്നുള്ളത്, അല്ല എങ്കിൽ ഈ കൈക്ക് കാലിന് തരിപ്പ് വരിക എന്നുള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും കുറച്ച് തരിപ്പ് അനുഭവപ്പെടും പലപ്പോഴും ഒക്കെ ആയിട്ട്. അത് നമ്മൾ പലപ്പോഴും MS ആകാൻ സാധ്യതയില്ല. പക്ഷെ ഒരിടത്ത് തന്നെ കൂടി വരുന്ന തരിപ്പ്, അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാതിരുന്ന പെട്ടെന്ന് വന്ന് മാറാതെ നിൽക്കുന്ന രീതിയിലുള്ളൊരു തരിപ്പ്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് MS ആണോ എന്നുള്ളതെന്ന് ഡോക്ടറെ കാണിച്ച് സ്ഥിരീകരിക്കേണ്ട കാര്യമുണ്ട്. ചിലവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരാം. ഒന്നെങ്കിൽ ശക്തി കുറവായിട്ടോ അല്ലെങ്കിൽ ബാലൻസിൻ്റെ കുഴപ്പമായിട്ടോ വരാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണിൻ്റെ അനക്കക്കുറവ് വരാം. അത് കാരണം രണ്ടായിട്ട് കാണാം. ഒരു കണ്ണ് അനങ്ങുന്ന മറ്റേ കണ്ണ് അനങ്ങുന്ന രണ്ട് രീതിക്കാണെങ്കിൽ രണ്ടായിട്ട് കാണുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ നാക്ക് കുഴച്ചിൽ, ഇങ്ങനെ ഇത്ര വിവിധ തരം വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഡീമൈലിനേഷൻ പലപ്പോഴും പലയിടത്തായിട്ടാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു തവണ വരുന്ന കണ്ണിൻ്റെ സൈഡിലാണെങ്കിൽ വേറൊരു തവണ വരുന്നത് നമ്മുടെ സെറിബെല്ലം എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും. അതാണ് ബാലൻസിൻ്റെ കൺട്രോൾ ഉള്ളത്. ചിലപ്പോൾ സ്പൈനൽ കോഡിലായിരിക്കും. അപ്പോൾ പെരുപ്പ് വരാം. അങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടാണ് ഇതിന് പല വിധത്തിലുള്ള ഒരു എന്താ പറയുന്നത് സിംറ്റംസ് അല്ലെങ്കിൽ അത് ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നത്. ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം ഏത് ഭാഗത്തു നിന്നാണ് ഈ പ്രശ്നങ്ങളുള്ളത്. അത് പുറത്തുള്ള ഞരമ്പുകളിൽ നിന്നാണോ അതോ ബ്രെയിനോ സ്പൈനൽ കോഡിൽ നിന്നാണോ എന്നുള്ളത് നമുക്ക് പരിശോധനയിൽ തന്നെ അറിയാം. രണ്ടാമത്തത് MRI തലച്ചോറിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും MRI എടുക്കുമ്പോൾ ഈ ഡീമൈലിനേഷൻ വന്ന ഭാഗങ്ങൾ എടുത്തു കാണിക്കാറുണ്ട് MRIയിൽ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇത് MS ആണ് എന്ന് സംശയിക്കുന്നത്. പിന്നെ അത് ഉറപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കൺഫേം ചെയ്യാനായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. നട്ടിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് പരിശോധിക്കുന്ന ഒരു CSF സ്റ്റഡി എന്ന് പറയുന്ന ടെസ്റ്റുണ്ട്. രക്ത ടെസ്റ്റുകളുണ്ട്. കാരണം ഈ MS പോലെ തന്നെ ഇരിക്കുന്ന വേറെ ചില രോഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് രക്ത ടെസ്റ്റുകളും ഈ CSFൻ്റെ ടെസ്റ്റും ആവശ്യമുണ്ട്. അപ്പോൾ അത് ചെയ്ത് ഇതാണ് നിർണ്ണയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്
ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാവുന്നതാണ്. ഒത്തിരി വേറെ ടെസ്റ്റുകൾ ഇതിനു വേണ്ടി ആവശ്യമില്ല. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഈ 15 മുതൽ 40 വയസ്സ് വരെയുള്ളവരിലാണ് ഇത് കൂടുതൽ കാണുക. പക്ഷെ ആ സമയമാണ് നമുക്ക് നല്ല രോഗപ്രതിരോധ ശക്തിയുള്ള ഒരു കാലയളവുമാണ്. അപ്പോൾ കുറച്ച് ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളത് നമുക്ക് പ്രശ്നമായിട്ട് വരുമോ? ഇപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അസുഖം വന്നു, എനിക്ക് ചെറുപ്പത്തിലൊരു പനി പോലും വരാറില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ വന്നപ്പം ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ രോഗികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നോർമൽ ഇമ്മ്യൂണിറ്റിക്ക് ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മളുടെ നോർമൽ പ്രതിരോധം കൂടുന്നോ കുറയുന്നതോ ഇല്ല. ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് പുറത്തുനിന്ന് ഒരു വൈറസ് നമ്മളെ അറ്റാക്ക് ചെയ്തു, നമ്മുടെ ബോഡി അതിനെതിരെ ഒരു പ്രതിരോധം സൃഷ്ടിച്ചു, കുറച്ച് ആൻറ്റിബോഡി ഉണ്ടാക്കി. ചിലപ്പോൾ ഈ ആൻറ്റിബോഡി നമ്മളുടെ ശരീരത്തിലെ ഇപ്പോൾ ബ്രെയിനിലുള്ള ഒരു കോശത്തെ കാണുമ്പോൾ വിചാരിക്കുന്നു അതും ഒരു വൈറസ് പോലെ ഇരിക്കുന്നുണ്ടല്ലോ, ചെറിയൊരു സാമ്യം ഉണ്ടാകാം. എന്നിട്ട് അതിനെ പോയി അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഓട്ടോഇമ്യൂൺ രോഗം വരുന്നത്. അപ്പം ഇത് തടയാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി മെക്കാനിസങ്ങളുണ്ട്. പക്ഷെ എന്തോ എന്താ പറയുക, അതിൻ്റെ ഒരു സങ്കടകരമായ കാരണം കൊണ്ട് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഒരു ചെറിയ അവയവത്തിനെതിരെ മാത്രമേ നമ്മുടെ ബോഡി അനാവശ്യമായിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കുന്നുള്ളൂ. നമ്മുടെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നോർമലാണ്. അപ്പോൾ ഇനിയും പുറത്തുനിന്നൊരു വൈറസ് വന്നാൽ ബോഡിക്ക് അത് അറ്റാക്ക് ചെയ്യാനും പറ്റും. എന്നാൽ വേറെ അവയവങ്ങൾക്കെതിരെ ഒരു അബ്നോർമാലിറ്റി ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓട്ടോഇമ്യൂൺ രോഗമാണ് MS. അവരുടെ നോർമൽ ഇമ്മ്യൂണിറ്റിക്ക് ഈ രോഗം കൊണ്ട് തന്നെ വേറൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് പല ഫാക്ടേഴ്സ് പറയുന്നു. ഒന്ന് ജനറ്റിക്, പിന്നെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതെന്തൊക്കെയാണ്? അപ്പോൾ എന്തുകൊണ്ടാണ് MS ഉണ്ടാകുന്നതെന്നുള്ള ഒരു മെയിൻ ചോദ്യമുണ്ട്. എന്നാലേ നമുക്കത് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് 70-80% MS-ലേക്ക് നയിക്കുന്നത് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് ഒരു സ്പെസിഫിക് ജീൻ, അതായത് ജനിതക കാരണം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ചില ജനിതക ടൈപ്പ് ആൾക്കാരിൽ അത് വരാനുള്ള റിസ്ക് കൂടുതലാണ്. അതിൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളും ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരാൾക്കും വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ ആൾക്കാർക്ക് വളരെയധികം ഹൈ റിസ്ക്കാണ്. അത് അവരുടെ ആ ഒരു എത്നിക് ഗ്രൂപ്പിൻ്റെ ഒരു ജനിതകമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കാരണം കൂടി തന്നെയാണ് അവർക്കത് കൂടുതലുള്ളത്. അപ്പം ഇന്ത്യയിലുള്ള ഒരാൾക്ക് ഒരു ജനിതക ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലും വളരെ ചെറിയൊരു റിസ്ക് കൂടിയേക്കാം. എന്നാൽ ഇത് സാധാരണ കുടുംബത്തിൽ കാണുന്നത് അങ്ങനെ കോമൺ അല്ല. ഒരു ഫാമിലി തന്നെ കാണാറുണ്ട്, പക്ഷെ വളരെ റെയറാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ എൻവയൺമെൻറ്റൽ കോസസ് ആണ് ഇതിൻ്റെ ഇതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ വായിച്ചിട്ടുണ്ട് ഈ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിലൊരു പ്രശ്നം വന്ന് ഈ ആൻറ്റിബോഡീസ് ഉള്ളിൽ കിടക്കുന്നതാണെന്നും. അതിനേക്കാളും ഒരു പ്രത്യേക വൈറസ്, എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ വൈറസിനോട് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു വ്യത്യാസമാണ് അവസാനം MS-ലേക്ക് നയിക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ ഒരു പോപ്പുലേഷൻ സ്റ്റഡി എടുത്താൽ 80% ആൾക്കാർക്കും എപ്സ്റ്റീൻ ബാർ വൈറസ് വെച്ചൊരു ചെറിയ ഇൻഫെക്ഷനെങ്കിലും വന്നിട്ടുണ്ടാകും. ജലദോഷം പോലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. പക്ഷെ അതിൽ വളരെ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് MS പിന്നെ ഉണ്ടാകുന്നുള്ളൂ. അപ്പം വേറെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഒരാൾക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുള്ളത്. മറ്റ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യവെളിച്ചം കുറവായിട്ടുള്ളത്, ശരീരത്തിൽ വൈറ്റമിൻ D വളരെ കുറവായിട്ടിരിക്കുന്നത്, അത് പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത്. പ്രൊഫസർ PK ശശിധരൻ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ സയൻസ് ടോക്കിൽ മുൻപ് ഒരു എപ്പിസോഡിലെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഒട്ടുമിക്ക ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലും ഒരു കാരണമാണ്. വൈറ്റമിൻ D മാനേജ് ചെയ്യുമ്പോൾ അവരിൽ നല്ല വ്യത്യാസവും കാണുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പല പഠനങ്ങളും. MS-ൽ ഈ പറഞ്ഞത് കറക്റ്റാണ്. MS-ൻ്റെ കാര്യത്തിൽ അതുണ്ടാകാനുള്ള ഒരു കാരണമാണ് വൈറ്റമിൻ D ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് പ്രത്യേകിച്ച് ഇത് ചെറുപ്പകാലത്തുണ്ടാകുമ്പോഴാണ് നമുക്ക് കുറച്ച് വർഷം കഴിഞ്ഞ് നമ്മുടെ ഇമ്മ്യൂൺ മെക്കാനിസത്തിൽ കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുള്ളതായിട്ട് നമുക്കറിയുന്നത്. അപ്പം അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ ഒരു ഹെൽപ്പാണ് ഇങ്ങനൊരു പ്രോബ്ലം വരാതിരിക്കാൻ. പക്ഷെ അതൊരു സിംഗിൾ കാരണമല്ല, നമ്മളതിൻ്റെ പല കാരണങ്ങളിൽ ഒന്നാണത്. പിന്നെ MS എന്ന് പറയുന്ന രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാലും അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി വെക്കാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അറ്റാക്കുകൾ വരാനുള്ള സാധ്യതയും വൈറ്റമിൻ D കറക്റ്റ് ചെയ്താൽ കുറവാണെന്ന് പഠനങ്ങളുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഈ വൈറ്റമിൻ D ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വൈറ്റമിനായിട്ടുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇതിൻ്റെ ഈ ബന്ധം നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചികിത്സകൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരുപാട് നൂതന ചികിത്സ, പണ്ട് ഇമ്മ്യൂണിറ്റി കുറച്ച് വെക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരുപാട് നൂതന ചികിത്സാ മാർഗങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ. അതാണ് പറഞ്ഞതാണ് കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്കുണ്ടായ ഒരു വലിയ വ്യത്യാസം.
അപ്പോൾ 2014 മുമ്പായിട്ട് നമുക്ക് വളരെ വീര്യം കുറഞ്ഞതും എന്നാൽ വളരെ കോസ്റ്റ് കൂടിയതുമായ ചില ചികിത്സകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൾട്ടിപ്പിൾ സ്ക്ലറോസിന്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2014 തുടങ്ങി ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 20 കൂടുതൽ മെഡിസിൻസ് ഉണ്ട് പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലറോസിന്. അവയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് റിപ്പീറ്റഡായിട്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നെയും അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ആ അറ്റാക്കുകളെ തടയുക എന്നുള്ളതാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സെൽസാണ് ഈ അറ്റാക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഇമ്മ്യൂൺ സെൽസിൻ്റെ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പർ കുറച്ച് വെക്കുക എന്നുള്ളതാണ് ഈ മരുന്നുകൾ ചെയ്യുക. ഇതിൽ ഗുളിക രൂപേണയുള്ള മരുന്നുകളുമുണ്ട്, ചില നമ്മൾ ഡ്രിപ്പായിട്ട് എടുക്കുന്ന ഇപ്പോൾ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ ഡ്രിപ്പായിട്ട് എടുക്കുന്ന മരുന്നുകളും ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സാധാരണമായിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ കുറേയൊക്കെ നോർമൽ ഇമ്മ്യൂണിറ്റിയും കുറയ്ക്കാറുണ്ട്. ഇവയൊന്നും കംപ്ലീറ്റ്ലി ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത ഗ്രൂപ്പല്ല. പക്ഷേ ഈ ചെറിയ പ്രായത്തിലാണ് ഉപയോഗിക്കുന്നുള്ളത് കൊണ്ട് സൈഡ് ഇഫക്ട്സ് വളരെ കുറവാണ്. അവർക്ക് വേറെ രോഗങ്ങളില്ലാത്തതിനാൽ, ഇപ്പം ഷുഗറോ പ്രഷറോ അങ്ങനത്തെ രോഗങ്ങൾ അധികം ഇല്ലാത്തതിനാൽ ഈ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ഉള്ള ആൾക്കാർക്ക് ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വലിയ സൈഡ് ഇഫക്ട്സ് നമ്മൾ കാണാറില്ല. ഇതിൽ പല ഏറ്റവും സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് റിറ്റൂക്സിമാബ് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനാണ്. പിന്നെ ഓക്രലിസുമാബ്, ഒഫറ്റുമാബ്, നറ്റാലിസുമാബ്, അങ്ങനെ വളരെ വീര്യം കൂടിയ മരുന്നുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് രോഗിക്ക് ഏറ്റവും ഉചിതമെന്നുള്ളത് അവർക്ക് അറ്റാക്ക് വരാനുള്ള റിസ്ക് എത്രയാണെന്നുള്ളത് വെച്ചിട്ടും അവർക്ക് സൈഡ് ഇഫക്ട്സ് വരാനുള്ള റിസ്ക് എത്രയാണെന്നുള്ളതും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് വരുമ്പോഴാണല്ലോ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ ഈ രോഗി എങ്ങനെ റെഗുലറായിട്ട് ചെക്കപ്പിന് വരണോ ഇത്ര ഇത് കൂടുമ്പോൾ, അതോ എന്തെങ്കിലും പിന്നെ സിംറ്റം കാണുമ്പോഴാണോ വരേണ്ടത്, അപ്പോൾ ട്രീറ്റ്മെൻ്റ് ആണോ, അതോ ഇത് ഇനി ഒരു അറ്റാക്ക് വരാതെ നോക്കാൻ എങ്ങനെയാണ് ഒരു ദീർഘകാല ആ ചികിത്സാ രീതി എങ്ങനെയാണ്? അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് അറ്റാക്ക് വരുമ്പോൾ എടുക്കേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് പലപ്പോഴും സ്റ്റിറോയിഡാണ്. അത് ആ വന്ന ആ മുറിവ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലമേഷൻ ഒന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്. പക്ഷേ MS ഏറ്റവും പ്രധാനം അറ്റാക്കുകൾ വരാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലത്. അപ്പോൾ ഒരു സാധാരണ MS എന്ന ഡയഗ്നോസിസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 90% ആൾക്കാർക്കും പിന്നെയും അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ തവണ അറ്റാക്ക് മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ തവണ ബ്രെയിൻ അതൊരു ക്ഷതമാണ്. ഓരോ അറ്റാക്ക് വരുമ്പോഴും അതിൻ്റെ ഫങ്ഷൻ ഒന്ന് കുറയുന്നുണ്ട്. അങ്ങനെ ഒരു 20 വർഷമോ അല്ലെങ്കിൽ 25 വർഷമോ കഴിയുമ്പോൾ നടക്കാനുള്ള പ്രയാസമോ അല്ലെങ്കിൽ കൈയുടെ ബാലൻസ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരാം. എന്ന് മാത്രമല്ല നമ്മുടെ ഏജിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രായസംബന്ധമായിട്ടുള്ള ചേഞ്ചുകൾ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നതിൻ്റെ കൂടെ തന്നെ പണ്ടുള്ള പാടുകളൊക്കെ ചെറുകെ ബുദ്ധിമുട്ടുകൾ കൂട്ടി വന്നു തുടങ്ങും, പുതിയ അറ്റാക്കുകളൊന്നും വരാതെ തന്നെ. അപ്പോൾ ഒരു പ്രോഗ്രസീവ് ടൈപ്പ് MS എന്ന് പറയും അങ്ങനെ വരുന്നതിന്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് പോവാതിരിക്കാനും ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഈ ബ്രെയിനിനുണ്ടാകുന്ന ക്ഷതങ്ങളല്ല അറ്റാക്കുകൾ കുറച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ഈ വരാതിരിക്കാനുള്ള ഡിസീസ് മോഡിഫയിങ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ മരുന്നുകളെല്ലാം ആ ഗ്രൂപ്പിൽ പെടുന്നതാണ്. അപ്പോൾ ആ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുകയും വേണം. മിനിമം 6 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ഡോക്ടറെ കണ്ട് വേറെ ബുദ്ധിമുട്ടുകളില്ല എന്നുള്ളത് നോക്കുകയും വേണം. പിന്നെ ഇതിൻ്റെ പ്രധാന ഒരു ഭാഗം ഇടയ്ക്കിടയ്ക്ക് MRI എടുത്ത് നോക്കുകയും വേണം എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് പുറമേ ഒരു പ്രശ്നം വരാതെ തന്നെ MRIയിൽ പുതിയ പാടുകൾ വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ട്രീറ്റ്മെൻറ്റ് പോരാ, എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം എന്നുള്ളത്. ഇപ്പോൾ റെഗുലറായിട്ട് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും പ്രശ്നമൊന്നും വന്നില്ലെങ്കിൽ തന്നെ ഇവർ വന്ന് ചെക്ക് ചെയ്യണം. അതെ. ഈ ശ്രീചിത്രയിൽ പ്രത്യേകമായിട്ടുള്ള മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ രംഗത്ത്? ശ്രീചിത്രയിൽ നമുക്ക് മെയിനായിട്ട് സാധിച്ചത് MSൻ്റെ ഒരു പ്രത്യേക ക്ലിനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിഹാബിലിറ്റേഷൻ്റെ ആൾക്കാർ, നമ്മുടെ ഫിസിയോതെറാപ്പിയിലെ ആൾക്കാരെ അതിനെ കുറച്ച് ബോധവൽക്കരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം MS വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അവരെ മനസ്സിലാക്കിപ്പിക്കാനും അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ടുള്ള പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുമായിട്ട് അങ്ങനെ ഇതിന് ചില സ്പെഷ്യാലിറ്റികളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. കണ്ണിൻ്റെ വിഭാഗമായ ഓഫ്തൽമോളജി, പിന്നെ യൂറോളജി വിഭാഗം, അത് യൂറിൻ്റെ സംബന്ധമായ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റൂട്ടുണ്ട് എങ്ങനെ വിടാമെന്നുള്ളതിനെ കുറിച്ചിട്ട്. ഈവൻ MRI എടുക്കുന്നതും MS സ്പെഷ്യലായിട്ടുള്ള MRI തന്നെ വേണം. അപ്പോൾ അങ്ങനത്തെ ആ സർവീസസ് എല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് ഈ രജിസ്ട്രികളിലെ ഭാഗമാവാനായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അതും വായിച്ചു, ഇന്ത്യയിൽ തന്നെ ട്രിവാൻഡ്രം രജിസ്ട്രി തുടങ്ങിയത് മാമാണ് ഇതിനകത്ത് MS-ന് വേണ്ടി. ഇതിനകത്ത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് തന്നെ 22 സ്ഥലങ്ങളിൽ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം MS എന്ന രോഗത്തെ അതൊരു വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ഗവൺമെൻറ് അംഗീകരിക്കുന്ന പോലെയാണ് ഇത് രജിസ്റ്റർ തുടങ്ങുക എന്നുള്ളത്.
അപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ശ്രീത്രയിലാണ് അതിൻ്റെ ഇതുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല പല സെൻറ്റർ, എയിംസും നിംഹാൻസും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് നമ്മുടെ സൈഡിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതൊരു ചെറിയ പ്രശ്നമല്ല നമ്മുടെ നാട്ടിലും. അപ്പം ഇത് പിന്നെ ഇനി നമ്മളുടെ പ്രതീക്ഷ എന്ന് പറയുന്ന ഇതുപോലത്തെ രജിസ്ട്രി വരുമ്പോഴത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും മുന്നോട്ട് ഇതിനുള്ള സ്പെസിഫിക് പ്രോഗ്രാംസ് കൊണ്ടുവരാനും ഇത് വരാതിരിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള റിസർച്ചിനുമായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് കേരള സർക്കാരിൻ്റെ ഒരു വളരെ സഹായം ഞങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉണ്ടെന്ന് പറയാം. അതായത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ഒരു രോഗികൾക്ക് സഹായിക്കാനായിട്ട് കുറേ മരുന്നുകൾ ഇതിനു വേണ്ടി മാത്രം 1 കോടിക്ക് അടുപ്പിച്ചുള്ള ഒരു ഗ്രാൻഡ് വെച്ചിട്ട് ശ്രീത്ര മാത്രമല്ല മറ്റ് മെഡിക്കൽ കോളേജുകളിലും ഒക്കെ ആയിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും എല്ലായിടത്തും തുടക്കത്തില്ലായിരുന്നു. തുടങ്ങിയപ്പോൾ കോഴിക്കോടും ശ്രീത്രയിലുമാണ് തുടങ്ങിയത്. എല്ലാ മെഡിക്കൽ അങ്ങനെ ചിന്തയുണ്ട് അടുത്ത് അങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ളത്. നിലവിൽ ശ്രീചിത്രയിലും കോഴിക്കോടുമാണ് ഇതുള്ളത്. അപ്പം മരുന്നുകൾ ലഭ്യമാണ്. മരുന്നുകൾ ലഭ്യമാണ്. അത് ഈ രോഗികൾക്ക് വില കുറഞ്ഞ് കിട്ടുമോ അതോ ഫ്രീ ആയിട്ട് കിട്ടും? പക്ഷേ അവർ ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണം, അത് അവർ അംഗീകരിക്കുകയും വേണം. അതായത് അവർ കുറച്ച് റേഷൻ കാർഡ് മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി അവരുടെ അതെങ്ങനെ BPL കാറ്റഗറി ആയിരിക്കണം അത് അവരാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ BP അല്ലെങ്കിൽ കൂടി വരുമാനം ഒക്കെ വെച്ച് അവർ. പക്ഷെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോലും താങ്ങാൻ പറ്റാത്തതാണ് ഇതിൻ്റെ മരുന്നുകളുടെ വില എന്ന് കേട്ടിട്ടുണ്ട്. അത് നമ്മൾ എന്താ പറയുന്നത്, BPL കാർഡെന്ന് പറയുന്നത് അതിൻ്റെ ഒരു വശം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഗവൺമെൻറ് അവരുടെ ചട്ടക്കൂടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെയധികം സഹായം നമ്മൾ ഒരാൾക്ക് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെയും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് അത് മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മരുന്നുകളെല്ലാം വളരെ വളരെ കോസ്റ്റ്ലിയാണ്. ഒരു തവണ MRI എടുക്കാൻ 10,000 രൂപയുടെ അടുത്ത് ചിലവ് വരും. അപ്പോൾ ഇതൊന്നും എളുപ്പമുള്ള കാര്യങ്ങളല്ല. റെഗുലറായിട്ട് MRI എടുക്കണം. ഈ മാം നേരത്തെ പറഞ്ഞ റെറ്റൂക്സി, അതെ, അതിനൊക്കെ വില എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരാൾക്ക് ഒരു വർഷത്തേക്ക് 1 ലക്ഷം രൂപ അടുപ്പിച്ചാണ് ചിലവ് വരിക. അപ്പോൾ ഇത് എല്ലാത്തിനും അതിന് വിലയാകുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ചിലവുണ്ട്. അതിനും കോസ്റ്റ് കൂടുതൽ. അതിനും കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ സഹായം വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ലോങ് ടേം കെയർ ആണല്ലോ ഈ രോഗികൾക്ക് വേണ്ടത്. കൂടുതലും സ്ത്രീകൾക്കുമാണ് വരുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിലൊരു പുരുഷൻ അസുഖം വരുമ്പോൾ കിട്ടുന്ന കെയറിൻ്റെ ഒരു അംശം പോലും സ്ത്രീക്ക് കിട്ടുക നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടിൽ ഇപ്പോഴും അത് കിട്ടുന്നില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ശ്രീചിത്ര കൈകാര്യം ചെയ്യുന്നത്? ഈ ക്ലിനിക്കിലെത്തുന്ന രോഗികൾക്കൊപ്പം കുടുംബാംഗങ്ങളെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? കാരണം ഇവരുടെ ഡയറ്റ് മാനേജ്മെൻറ്റ്, ഇവർക്ക് സ്ട്രെസ് ഉണ്ടാകാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലൊക്കെ എന്തൊക്കെ ചെയ്യും? നമ്മൾ ആക്ച്വലി 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഡയറ്റിൽ നെറ്റിൽ നോക്കിയാൽ പല പല കാര്യങ്ങൾ കാണും. അതായത് പാൽ കുടിക്കാൻ പാടില്ല, ഗ്ലൂട്ടൻ അതായത് നമ്മുടെ വീട്ടിൽ ഗോതമ്പിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ പല പല കാര്യങ്ങളും കാണാം. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതല്ല. അപ്പം പ്രധാനമായിട്ടും വേണ്ടത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ ആൻറ്റി ഓക്സിഡൻറ്റ് സാധനങ്ങൾ കൂടുതൽ കഴിക്കുക. പ്രോസസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ എന്താണ് കമ്പണൻ്റ് എന്നറിയാൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളും മധുരം അതും ഏറ്റവും കുറച്ച് വെക്കുക എന്നുള്ളതുമാണ് ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എക്സസൈസ് റെഗുലർലി ഒരു 30 മിനിറ്റെങ്കിലും വേണം. ഒരു ന്യൂറോളജിക്കൽ രോഗം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ അപ്പം തന്നെ എക്സസൈസൊക്കെ നിർത്തുന്ന ഒരു രീതിയുണ്ട്. അതല്ല, ഇതിൽ ശരിക്കും പറഞ്ഞാൽ എത്ര ആക്റ്റീവായിട്ടിരിക്കാമോ അത്രയും ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറക്കം വേണം നമ്മുടെ ബോഡിയുടെ നോർമൽ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആളൊരു സ്ട്രെസ് എടുക്കുന്ന ആളാണെങ്കിൽ അതൊരു ദിവസം കൊണ്ട് മാറ്റാനൊക്കത്തില്ല. പക്ഷേ അത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള രീതി മാറ്റാൻ പറ്റും. മെഡിറ്റേഷനോ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ടെക്നീക്കോ അങ്ങനെ പല രീതികൾ വെച്ചിട്ട് ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായ ഏതെങ്കിലും ഒരു രീതി സ്വീകരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ ശരിയാക്കി എടുക്കണം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരു അറ്റാക്ക് വന്നാൽ ഒരു കുഴപ്പവും വരാതിരിക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റം സ്ട്രോങ് ആയിരിക്കണം. പിന്നെ വരാനുള്ള സാധ്യതയും ഓവർ ടൈം കുറഞ്ഞു വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം നമ്മുടെ ബോഡിയുടെ ഒരു ഐഡിയൽ സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ ചേഞ്ചസ് അധികം ബോഡിയിൽ വരാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സ്ത്രീകളിൽ വരുന്നതെന്ന് പറയുന്നത് ഞാനൊരു സപ്പോർട്ടിൻ്റെ ഭാഗം ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുടെ സൈഡിൽ നിന്ന് കാണുന്നത് നമ്മളെപ്പോഴും സപ്പോർട്ടീവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാര്യം നമ്മളൊരു വളരെ ചെറിയ ഭാഗത്തെ കാണുന്നുള്ളൂ. അപ്പോൾ അതിലേറ്റവും വലിയ സഹായമുള്ളത് ഈ രോഗികളുടെ തന്നെ കൂട്ടായ്മകളുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മകളിലേക്ക് നമ്മൾ പറ്റുമെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്ത് വിടാറുണ്ട്. കാരണം അവരുടെ ഡെയിലി പ്രോബ്ലംസ് ഉള്ളത് നമ്മളോടല്ല പറയുക, കൂടെയുള്ള ആൾക്കാരോട് സംസാരിക്കാനും അങ്ങനെ ഒരു നല്ല നെറ്റ്വർക്ക്, സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് പലർക്കും മനസ്സിനൊരു
സന്തോഷം ഉണ്ടാക്കുന്നതും ഒരു ധൈര്യം എവിടെയെങ്കിലും കുറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടാനുള്ളതും ഒരു മെയിൻ റീസണാണ്. മെയിൻ ഇഷ്യൂ വേറെ ഉള്ളത് പ്രഗ്നൻസി, ആ സമയം ഏജ് അതായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ ചലഞ്ചസ് ഇവർക്ക് വരാറുണ്ട്. അത് പക്ഷേ വളരെ എളുപ്പം തന്നെ മാനേജ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. കാരണം ഇപ്പോഴത്തെ ഇത്രയും മരുന്നുകളുള്ളപ്പോൾ ടൈമിലൊക്കെ ഇവർക്ക് മെഡിസിൻ എടുക്കാൻ അപ്പം എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പലപ്പോഴും. കാര്യം MS പ്രഗ്നൻസി ടൈമിൽ റിസ്ക് വളരെ കുറവാണ്. അപ്പോൾ ആൾക്ക് അത് കുഴപ്പം അധികം ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റാക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണെങ്കിൽ നമുക്കതനുസരിച്ച് മരുന്നുകൾ കുറയ്ക്കുകയോ ഇവ നിർത്തുകയോ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ബ്രസ്റ്റ് ഫീഡിങ് ടൈമൊക്കെ അത് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ചില സ്പെസിഫിക് മരുന്നുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പറയുകയും മരുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത്രയും മരുന്നുകളുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാൻ പാകത്തിനുള്ളത്. പിന്നെ അതുകൂടാതെ ഈ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഉറക്കം തീരെ കുറവായിരിക്കും. അതും ഇപ്പോൾ പറഞ്ഞല്ലോ 7 മണിക്കൂറൊക്കെ ഉറങ്ങണം എന്നൊക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുടെ ആ സ്ട്രെസ്സ് കൂട്ടേണ്ട കാര്യമില്ല. ഇപ്പോൾ കുഞ്ഞ് ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ ഉറക്കം പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അത് നമ്മൾ അംഗീകരിക്കുക, ബാക്കി കാര്യങ്ങൾ മാത്രം അന്നേരം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഓർക്കുന്ന ഓരോ ലൈഫിൽ നമ്മളുടെ ഇപ്പം നമ്മുടെ വീട്ടിലെ ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് അത് വിവരിച്ച് തന്നാലേ പറ്റത്തുള്ളൂ. നമുക്ക് ആർക്കും ഒരു ഐഡിയൽ ലൈഫിലേക്കൊന്നും എത്താനൊക്കത്തില്ല. പക്ഷെ എന്താണ് നമുക്ക് വേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു വ്യതിയാനം വന്നു കഴിഞ്ഞാലോ തിരിച്ചങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്കറിയാം. അപ്പം ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ തന്നെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതായാലും ഇവർ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ ഒരു പ്രശ്നമുള്ളത് ഇതിനകത്ത് അദൃശ്യമായ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പുറമേ കാണുന്ന കാഴ്ചമങ്ങൽ, നടക്കാൻ പ്രയാസമൊക്കെ ഉണ്ട്. അതല്ലാതെ എപ്പോഴും ക്ഷീണം തോന്നുക, ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, മനസ്സിനൊരു ഡിപ്രഷൻ പോലെ ഫീൽ ചെയ്യുക, ആങ്സൈറ്റി, ഇതൊക്കെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. ഇതൊന്നും ആർക്കും കാണിച്ചു കൊടുക്കാനൊക്കത്തില്ല. അപ്പം അങ്ങനെ അത് മനസ്സിലാക്കാത്തത് കൊണ്ട് അവരൊത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഈവൻ ഡിസബിലിറ്റിയുടെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് തന്നെ ആ ഒരു രീതിയിൽ MS ഡയഗ്നോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേദന, ഈ യൂറിനറി പ്രശ്നങ്ങൾ, ഞാൻ ഈ പറഞ്ഞ മാനസിക ബുദ്ധിമുട്ട്, ക്ഷീണം, അതൊക്കെ എങ്ങനെ അതൊന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, അവരുടെ ഡിസബിലിറ്റിയുമായിട്ട് അവർക്ക് എങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റുമെന്നുള്ളത് അത് ഈവൻ ഗവൺമെൻറ് സൈഡിൽ നിന്ന് പോലും അതിനുള്ള ചില ചിന്തകൾ വരേണ്ടതായിട്ടുണ്ട്. കേരള സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പാറ്റേൺസ് ശ്രദ്ധിച്ചു? കാരണം 2014 മുതൽ മാം ഈ മേഖലയിൽ പോപ്പുലേഷനിലൊക്കെ സ്റ്റഡീസും നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എന്തെങ്കിലും പാറ്റേൺസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? ഇപ്പം നമ്മളുടെ ഇന്ത്യയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ഇന്ത്യയിലെ MS പുറത്ത് നമ്മൾ കാണുന്ന MS വളരെ വ്യത്യാസമാണ്, ഇന്ത്യയിൽ ഒരു മൈൽഡ് ഫോം ഓഫ് MS ആണുള്ളത് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോകുന്തോറും നമുക്കറിയാം പുറമേ കാണുന്ന MS വളരെ സിമിലറാണ് ഇപ്പോൾ ഉള്ള MS. ലോകമെമ്പാടും MS തീവ്രത കുറഞ്ഞു വരുന്നു. അത് നമ്മൾ നേരത്തെ അസുഖം കണ്ടുപിടിക്കുന്നതുകൊണ്ടും നേരത്തെ ചികിത്സിക്കുന്നതുകൊണ്ടും ആണോ എന്നറിയില്ല. പക്ഷേ പണ്ട് നമ്മൾ കാണുമായിരുന്നു ഒരു ഇത്ര ശതമാനം 20% ആൾക്കാർക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ നടക്കാൻ പ്രയാസം വരും. അപ്പം അങ്ങനത്തെ രീതിയിലേക്ക് MS വളരെ കുറച്ച് ആൾക്കാരിലേ ഇപ്പോൾ പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അങ്ങനത്തെ സ്റ്റഡീസ് ഇപ്പം കാനഡയിലൊക്കെ നടന്ന സ്റ്റഡിയിൽ അവർ കാണിച്ചിട്ടുണ്ട്. പണ്ട് 70% ആൾക്കാർക്ക് സെക്കൻഡറി പ്രോഗ്രഷൻ എന്ന് പറയുന്ന ആ സിവിയർ ഫോമിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ 20% ആൾക്കാർ പോലും അത് പോകുന്നില്ല. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ ഈ കേരളത്തിൽ തന്നെ ഓവർ ടൈം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞങ്ങൾ സ്റ്റഡി ചെയ്ത് നോക്കിയതിൽ പണ്ട് ഈ ഡയഗ്നോസ് ഉണ്ടാക്കാനും ഈ മരുന്നുകൾ തുടങ്ങാനും വർഷങ്ങളോളം താമസം വന്നിരുന്ന കാലത്ത് ഇപ്പോൾ മാസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിലാണ് ഈ അസുഖം എന്നതാണെന്ന് കണ്ടുപിടിക്കുകയും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളുടെ ഒരു ചെറിയ കാലത്തേക്കെങ്കിലും ഇപ്പോൾ 5 വർഷത്തെ നോക്കുകയാണെങ്കിൽ അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് അത് ബാധിച്ചിരിക്കുന്നത്. ആർക്കും പിന്നെ ആക്ച്വലി വേറെ അറ്റാക്ക് വരുന്ന പോലുമില്ല. അപ്പോൾ ആ രീതിയിൽ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ തന്നെ വേറെ വലിയ വ്യത്യാസങ്ങളുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമുക്കിപ്പം ഈ വൈറ്റമിൻ D ഇപ്പോൾ എല്ലാവർക്കും വളരെ ഒന്നുകിൽ അക്യൂട്ടാണ് അല്ലെ വളരെ കുറവാണ്, ഇതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് കൂടി വരുന്നുണ്ടോ എന്നുള്ളത്. അല്ല, വൈറ്റമിൻ D ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും വളരെ കുറവാണ്. ഒരു 80% ആൾക്കാർക്ക് നമ്മൾ നേരത്തെ നിർണ്ണയിച്ച ഒരു വാല്യൂവിൽ നിന്ന് കുറവാണ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ MS അതിനൊരു പ്രത്യേക എഫക്റ്റ് കൂടുതലാണ്. എന്ന് വെച്ചാൽ MS വൈറ്റമിൻ D കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ കൂടുതൽ വരാനുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്റ്റീവായിട്ട് അത് കറക്റ്റ് ചെയ്യുന്നു. ഇത് ശരിക്കും കിട്ടുന്ന സൂര്യവെളിച്ചത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നമ്മുടെ ഈ വെളുത്ത സ്കിന്നുള്ള ആൾക്കാരിൽ അവർ 20 മിനിറ്റ് ചെറിയ ഇളം ചൂട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കിത് കറക്റ്റഡ് ആവും.
നമുക്ക് 1.5 മണിക്കൂറോളം വേണം. കാരണം നമ്മളുടെ ബോഡി സൺലൈറ്റ് അബ്സോർബ് ചെയ്യുകയല്ല, സാധാരണ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് കൂടുതൽ ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ സൂര്യവെളിച്ചം കൊള്ളുക എന്നുള്ളതൊരു കറക്റ്റ് ഒരു പ്രതിവിധിയല്ല. കാര്യം എന്ന് വെച്ചാൽ എത്ര നേരം സൂര്യവെളിച്ചത്തിന് വേണ്ടി നിൽക്കും എന്നുള്ളത്. അത് നല്ല സൂര്യനിൽ നിൽക്കാൻ പാടില്ല, ഇളം സൂര്യനിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ഡയറ്റിൽ നിന്ന് കിട്ടാവുന്ന വളരെ കുറവാണ്. അതിൽ മീനുകളിലാണ് ഏറ്റവും അധികം ഉള്ളത്. പക്ഷേ അതിന് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ നിന്ന് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയെ അത് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ആയിരിക്കാം നമ്മുടെ വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കാനുള്ള കാരണം. MS എന്ന ഒരു രോഗനിർണ്ണയം നടത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് വൈറ്റമിൻ ഡി കറക്റ്റാക്കി വെക്കണം. പക്ഷേ ഒരു ജനറൽ പോപ്പുലേഷനിൽ അത് കറക്റ്റാക്കി വെച്ചാൽ MS വരാതിരിക്കുമോ എന്നുള്ളതിൽ പഠനങ്ങളില്ല. ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് കൂടാതെ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന മറ്റു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്? MS എന്നല്ല, ഈ നമ്മളുടെ ശരീരത്തെ ഏത് ഭാഗത്തിനെയും ഓട്ടോഇമ്യൂൺ രോഗം വരാം. അപ്പം നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഓട്ടോഇമ്യൂൺ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു സെറ്റ് രോഗങ്ങളുണ്ട്. അതുകൂടാതെ നമ്മുടെ പുറത്തേക്ക് വരുന്ന ഞരമ്പുകൾ, സ്പൈനൽ കോഡിൽ നിന്ന് കൈകളിലേക്കും കാലുകളിലേക്കും ഒക്കെ വരുന്ന ഞരമ്പുകളും ആ ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്ന മസിലുകൾക്കും വരുന്ന ഒരു സെറ്റ് രോഗങ്ങളുണ്ട്. അപ്പം ഞാൻ കൈകാര്യം ചെയ്യുന്ന വേറൊരു വിഭാഗമാണ് ന്യൂറോമസ്കുലർ ഡിസോർഡേഴ്സ്. അപ്പോൾ അവയുടെ കീഴിൽ വരുന്ന മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന രോഗം, ഇൻഫ്ലമേറ്ററി മയോപ്പത്തി, പിന്നെ ഗില്ലൻ ബാരി സിൻഡ്രോം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ഡീമൈലിനേറ്റിംഗ് ന്യൂറോപ്പതി. ഇതേ ഡീമൈലിനേഷൻ പുറത്തെ ഞരമ്പുകൾക്ക് സംഭവിച്ചാൽ വരുന്ന ഡീമൈലിനേറ്റിംഗ് പോളിന്യൂറോപ്പതി എന്ന് പറയുന്ന രോഗങ്ങൾ. അപ്പം അങ്ങനത്തെ പല രോഗങ്ങളും ഉണ്ട്. ഇവയെല്ലാം വേറെ വേറെ പിന്നെ ടാർഗറ്റിനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മയലിൻ്റെ ഉണ്ടാക്കുന്ന സെല്ലിനെയാണ് പിന്നെ MS അറ്റാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മയസ്തീനിയയിൽ നെർവും ഞരമ്പും മസിലും കൂട്ടിച്ചേരുന്ന ജംഗ്ഷനിലുള്ള പിന്നെ ഒരു കോശത്തെയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പല രീതിയിലുള്ള ഓട്ടോഇമ്യൂൺ രോഗങ്ങളുണ്ട്. ഏത് ഭാഗത്താണ് ഈ അറ്റാക്ക് വരുന്നതനുസരിച്ചാണ് അതിൻ്റെ ലക്ഷണങ്ങൾ രോഗിക്ക് കാണുക എന്നുള്ളത്. എല്ലാവരും ഏറ്റവും ഓർക്കുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ബാധിച്ച രോഗമാണ് ALS. അത് ഇവിടെ കണ്ടിട്ടുണ്ടോ ഇന്ത്യയിൽ? അല്ലെങ്കിൽ ആ രോഗം എന്താണെന്നൊന്ന് വിശദീകരിക്കുക. ALS എന്ന് പറയുന്നത് എമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്നൊരു രോഗമാണ്. അതിനെ മോട്ടോ ന്യൂറോൺ ഡിസീസ് എന്നും വിളിക്കാറുണ്ട്, MND. അപ്പോൾ ഈ ഒരു രോഗം സാധാരണ നമ്മൾ കാണുന്ന രോഗം തന്നെയാണ്. ഇൻഫാക്ട് ലോകമെമ്പാടും ഇതിന് ഒരേ തോതാണ്, ഒരിടത്തും കൂടുതലും ഇല്ല കുറവുമില്ല. ഇന്ത്യയിലും ഉണ്ട്. പക്ഷേ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പലരും മടിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ശ്രീത്ര പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് നമ്മൾ ഈ ഡയഗ്നോസ് ഉണ്ടാക്കാറുള്ളത്. അപ്പം നമുക്ക് ഒരു വർഷം ഒരു 70-100 പേഷ്യൻസ് പുതിയതായിട്ട് ALS എന്ന് പറയുന്ന ഡയഗ്നോസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ രോഗം സാധാരണ പ്രായമുള്ളവരിലാണ് വരുന്നത്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് വളരെ റെയർ ഒരു സിറ്റുവേഷനാണ്. പുള്ളിക്ക് 20 വയസ്സിനകത്താണ് അത് ആ രോഗം വന്നത്. ഇത് സാധാരണ വരുന്നത് ഒരു 50-60 വയസ്സിന് ശേഷമാണ്. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗം. ഇത് ഓട്ടോഇമ്യൂൺ രോഗമല്ല. ഇത് പൊതുവേ ഡീജനറേറ്റീവ്, അതായത് ഞരമ്പ് ശോഷിപ്പ് വരുന്ന രോഗങ്ങളിലൊന്നാണ്. അപ്പോൾ ശക്തിയുള്ള ഞരമ്പുകളെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഞരമ്പുകൾക്ക് മാത്രം ശോഷിപ്പ് വരുന്ന ഒരു ടൈപ്പ് രോഗങ്ങളിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ചിലർ പലയിടത്ത് തുടങ്ങാം. ചിലർ കൈക്ക് വീക്ക്നെസ്സായിട്ട് തുടങ്ങാം, ചിലർ കാലിന് വീക്ക്നെസ്സായിട്ട് തുടങ്ങാം, സംസാരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തുടങ്ങാം. പക്ഷെ ഇത് കാലക്രമേണ പലയിടത്തായിട്ട് വ്യാപിക്കുകയും നമുക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെയാണ് നമുക്കിതിന് ശരിക്കൊരു നെഗറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രധാന പ്രശ്നം ചികിത്സ ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ എല്ലാ ചികിത്സയും ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. നഷ്ടപ്പെട്ട ഞരമ്പുകളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന തടയാനോ ഉള്ള ചികിത്സകൾ ഇപ്പോൾ ഇല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ലോകം മുഴുവനുള്ള ഇതായതുകൊണ്ട് വളരെയധികം സ്റ്റഡീസ് നടക്കുന്ന ഒരു ഫീൽഡും കൂടിയാണ്. അപ്പം എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കുറച്ച് വർഷത്തിനുള്ളിലെങ്കിലും നമുക്കിതിനെ ഒന്ന് ഏതെങ്കിലും രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് കാണും എന്നുള്ളതാണ്. അതുപോലെ തന്നെ SMA രോഗം, നമ്മൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ 1-2 വർഷം മുമ്പ് വളരെ റിഗറസ് ആയിട്ട് ഇതിന് വേണ്ടി ക്യാമ്പയിൻ നടത്തി കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ഫണ്ട് സ്വരൂപിക്കാനും ഒക്കെ. ഇപ്പോൾ സർക്കാർ തന്നെ ഇതിനൊരു ചികിത്സാ നിധി തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ഈ SMA രോഗം എങ്ങനെയാണ് വരുന്നത്? ഇതിനിപ്പോൾ സർക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കാരണം മാമും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയിൽ അംഗമാണല്ലോ. ഈ SMA നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇത് ജനിതക രോഗമാണ്. അപ്പോൾ ജനിതകമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീനിൽ നമുക്ക് മസിലുകൾക്കും ഞരമ്പുകൾക്കും പ്രവർത്തിക്കാൻ വേണ്ട ഒത്തിരി പ്രോട്ടീനുകൾ ആവശ്യമുണ്ട് ശരീരത്തിന്. ഇതെല്ലാം ഓരോ പ്രോട്ടീനും ഓരോ ജീനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ജീനിൻ്റെ പ്രവർത്തനത്തിന് ഒരു ചെറിയ തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട കറക്റ്റ് പ്രോട്ടീൻ ഉണ്ടാകത്തില്ല. ആ കോശം ചിലപ്പോൾ വർക്ക് ചെയ്യാതെ വന്നുവെന്നും വരും. അപ്പോൾ അങ്ങനെ വരുന്ന രോഗങ്ങളിലൊന്നാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി അല്ലെങ്കിൽ SMA. അത് ഏറ്റവും എന്താ പറയുന്നത് 6 മാസത്തിന് മുമ്പാണ് കുഞ്ഞുങ്ങളിൽ ഏറ്റവും സാധാരണമായിട്ട് കാണുന്നത്. 50% SMA പ്രയാസമുള്ളവരും ഈ പ്രായത്തിലാണ്.
പക്ഷേ അത് കഴിഞ്ഞ് ഒരു 30-40 വയസ്സ് വരെയും ഈ രോഗം വരാം. അപ്പോൾ ഇതിനെല്ലാം ഒരേ പ്രശ്നമാണ്, ഒരേ ജീനിനാണ് കുഴപ്പമുള്ളത്. അപ്പം ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രോഗമാണ് നമുക്ക് ശരിക്കും ട്രീറ്റ്മെൻ്റ് ഉള്ള രോഗങ്ങളിലൊന്ന്. ജനിതക രോഗങ്ങളിൽ ഒട്ടുമുക്കാലും നമുക്ക് ചികിത്സയില്ല. പക്ഷേ SMA വളരെ ഫലപ്രദമായ 3 ചികിത്സകളുണ്ട്. ഒന്ന് ഒരു സിറപ്പ് രൂപേണയും ഒരെണ്ണം നട്ടലിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റും ഉണ്ട്. വേറൊന്ന് തുടക്കത്തിൽ മാത്രം എടുക്കാവുന്ന ഒരു ജീൻ തെറാപ്പി, അതായത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇതെടുക്കാനൊക്കത്തുള്ളൂ. അതിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ SAT ആശുപത്രി, അവിട്ടം തിരുനാൾ ആശുപത്രി, കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ കോളേജിൻ്റെ കീഴിലുള്ള ആശുപത്രിയാണ്. അപ്പോൾ അത് അവിടെ അതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിക്കുകയും അവിടെ ഇതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാനും കുറച്ച് ഒരു വിഭാഗം ആൾക്കാർക്കെങ്കിലും മരുന്ന് കൊടുക്കാനുമുള്ള സൗകര്യം ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഇത്രയും സപ്പോർട്ടാണ് അതിനുള്ളത്. പക്ഷേ ഇനി മുന്നോട്ട് മരുന്നിൻ്റെയൊക്കെ വില 24 കോടി അങ്ങനെയൊക്കെയാണ് കേട്ടത്. വളരെ വളരെ കോസ്റ്റാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ആ ചെറിയ പ്രായത്തിൽ കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഒരു തവണ കൊടുത്താൽ മതി, അതിന് തന്നെ 17 കോടിയാണ് ഒരു തവണ എടുക്കാനായിട്ട്. ബാക്കി എല്ലാം 40 മുതൽ 70 ലക്ഷം വരെ വർഷം വേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് നിർത്താൻ പറ്റുന്നതല്ല. തുടർന്ന് ഈ നമുക്കില്ലാത്ത പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ അത് ഒരാളെ കൊണ്ട് അത് എടുക്കുക എന്നുള്ളത് പൊതുവേ സാധ്യമല്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെയോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതെടുക്കാൻ സാധിക്കത്തുള്ളൂ. എനിക്കറിയാവുന്നത് ഗവൺമെൻറ് അതിന് കുറേയൊക്കെ അവർക്കറിയാം. പിന്നെ ക്യൂർ SMA എന്ന് പറഞ്ഞ ഒരു സംഘടന തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് അത് പല രക്ഷിതാക്കളുടെയും കുറച്ച് രോഗികളുടെയും എല്ലാവരുടെയും ഒരു സംഘടനയാണ്. അപ്പോൾ അവർ ഇതിനെങ്ങനെയെങ്കിലും ഈ അവൈലബിൾ ട്രീറ്റ്മെൻറ്റ് ഉള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെ കൊടുത്തു തുടങ്ങാമെന്ന പ്രതിസന്ധിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഒരു മാർഗം ഇന്ത്യയിൽ ഇതുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പേറ്റൻറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഓവർകം ചെയ്ത് ഇന്ത്യയിൽ ഇതുണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയ വിലയ്ക്ക് ലഭ്യമാവും. ഇപ്പോൾ ഈ CRISPR-Cas എൻസൈം ജീൻ എഡിറ്റിംഗ് ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് നൽകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇത് SMA ഒക്കെ കൂടുതൽ മസ്കുലർ ഡിസ്ട്രോഫി രോഗങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ SMA എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകൾക്കാണ് പ്രധാന പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന മസിലുകൾക്കുണ്ടാകുന്ന മസ്കുലർ ഡിസ്ട്രോഫി രോഗങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. വളരെ സാധാരണമായി കാണുന്ന മസിൽ ഡിസ്ട്രോഫി രോഗങ്ങളിലൊന്നാണ്. അതുപോലെ ലിംഗേർഡിൽ മസ്കുലർ ഡിസ്ട്രോഫി, അങ്ങനെ ഒത്തിരി ഡിസ്ട്രോഫി രോഗങ്ങളുണ്ട്. അവയിലാണ് CRISPR-Cas ഏറ്റവും കൂടുതലായിട്ട് സ്റ്റഡി ചെയ്ത് വരുന്നത്. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ടൈപ്പാണ്. കാരണം ഇതിലെന്താണോ പ്രോബ്ലം അതിനെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളതിനെ നമ്മുടെ കൈ കിട്ടിയ ജീനിനെ കറക്റ്റാക്കി തിരിച്ചു കയറ്റുക എന്നുള്ള രീതിയിലുള്ള ഒരു മെക്കാനിസമാണിത്. പക്ഷെങ്കിൽ അതിനെ ഒരു ഫലപ്രദമായിട്ട്, അതായത് ലബോറട്ടറിയിൽ നിന്ന് ഒരു മനുഷ്യനിലേക്ക് കൊണ്ടുവരാനുള്ള അവിടെ ഇപ്പോഴും ഒത്തിരി പ്രോബ്ലങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രം ഇതിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പേറ്റൻറ്റ് ഇതിൽ നിന്ന് ഒഴിവാക്കി ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ഷൻ തുടങ്ങണം, അങ്ങനെ നമുക്ക് WHO വഴിയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇതിൻ്റെ പിന്നിൽ ഒത്തിരി റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മരുന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് എത്രയോ 1000 മരുന്നുകൾ ഫെയിൽ ചെയ്തതിന് ശേഷമാണ് പലപ്പോഴും ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പം ഇവർ പല മോളിക്യൂൾ ട്രൈ ചെയ്യും. ഏതോ 10 മുതൽ 15 വർഷം വരെ ഇതിൻ്റെ പല സ്റ്റഡീസ് നടന്നതിന് ശേഷമേ ഒരെണ്ണം വിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ട്, ഒരു തുകയാണ് ഈ പല ഫാർമ കമ്പനികളും ഇതിനുവേണ്ടി ചിലവഴിക്കുന്നത്. അത് തിരിച്ചു കിട്ടുമെന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ചിലവഴിക്കുന്നത്. അപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ലോസ് അതുകൊണ്ട് തന്നെ വളരെ ശക്തമാണ്. ഈ പേറ്റൻറ്റിങ് ലോസും എല്ലാം വളരെ ശക്തമാണ്. പക്ഷേ ഗവൺമെൻറ് ആ ഒരു പ്രശ്നം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്നാലൊരു മരുന്ന് കിട്ടിയാൽ രോഗികൾ കൊടുക്കാതിരിക്കുന്നതിലൊരു അർത്ഥവുമില്ല എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ് അത് പല രീതിയിൽ ഓവർകം ചെയ്യാനുള്ള ലോസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കറൻ്റ്ലി ഫുള്ളി ആക്റ്റീവായിട്ട് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഈ പേറ്റൻ്റ് ഉള്ള കാര്യങ്ങളെ എങ്ങനെയാണ് ഇൻകം ഇല്ലാത്ത രാജ്യങ്ങളിൽ അതെങ്ങനെ അവൈലബിൾ ആക്കാമെന്നുള്ളതിനെക്കുറിച്ച് അതാത് ഗവൺമെൻറ്റുകൾ തന്നെയാണ് ചില ഇതിനെ പേറ്റൻ്റ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം ഈ ഒരു മോളിക്യൂൾ, ഇതേപോലൊരു മോളിക്യൂൾ ഇന്ത്യയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പേറ്റൻ്റ് ഇന്ത്യയിൽ പിന്നെ ബാധകമല്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുക്കാം. പക്ഷേ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ലോസും വളരെ ശക്തമാണെന്നുള്ളതാണ് സത്യം. കാര്യം ഈ പറഞ്ഞ പോലെ അവർക്ക് അത്ര മുടക്കുമുതലുള്ള ഒരു തിരിച്ചു കിട്ടണം. അതെ. ഇതിന് ശരിക്കും പറഞ്ഞ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഗവൺമെൻറ്റുകൾ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താണ്, ഇപ്പം നമുക്കിപ്പോൾ കോവിഡ് എന്ന് പറഞ്ഞ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1.5 വർഷം കൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി കോവിഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഇതിൽ നമുക്ക്
ഓരോരോ പ്രശ്നത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയും നമ്മുടെ തന്നെ അവൈലബിൾ സയൻറ്റിഫിക് ഇത് വെച്ചിട്ട്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഒരുപാട് നേരം ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടറിൽ ഒരുപാട് നേരം വർക്ക് ചെയ്യുന്നവർ, അത് കൂടുതലും സ്ത്രീകൾക്കാണെന്ന് തോന്നുന്നു. ഈ വിരലിന് തരിപ്പ് അനുഭവപ്പെടാറുണ്ട്. അതിങ്ങനെ വിട്ടുമാറാതെ ആ തരിപ്പ് വരുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം പോലുള്ള രോഗങ്ങളാണ്. അതെന്താണെന്നൊന്ന് വിശദീകരിക്കുക. ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു ഞരമ്പുണ്ട്, മീഡിയൻ നെർവ് എന്നാണ് ആ ഞരമ്പിൻ്റെ പേര്. അത് വരുന്ന വഴി അതിനൊരു പ്രഷർ അല്ലെങ്കിൽ കംപ്രഷൻ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇത് വളരെ സാധാരണമാണ്. അറൗണ്ട് 40% ആൾക്കാരിൽ മൊത്തം പോപ്പുലേഷനിൽ നോക്കി അവർക്കൊരു ചെറിയ രീതിയിലെങ്കിലും കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാകാമെന്നാണ് കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു നമ്മൾ റിപ്പീറ്റഡായിട്ട് കൈകൊണ്ട് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ആ ഭാഗത്തെ നെർവിന് ആ ഭാഗത്ത് അതിൻ്റെ ചുറ്റും അതിൻ്റെ ഉള്ള എന്താ പറയുന്ന ഫൈബർ സ്ട്രക്ചേഴ്സ്, ഫൈബ്രസ് ആയിട്ടുള്ള ഇതെല്ലാം കുറച്ച് കട്ടി കൂടുകയും നെർവിന് അവിടെ ഒരു കംപ്രഷൻ വരികയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലമായിട്ടുള്ളത്. അതിൻ്റെ പ്രധാന ലക്ഷണം ഈ പറഞ്ഞ പോലെ കൈകളിൽ തരിപ്പ് വരിക എന്നുള്ളതാണ്. ഈ തരിപ്പ് രാത്രി കാലങ്ങളിൽ കുറച്ച് കൂടുകയും ചെയ്യും. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈയൊക്കെ ആകെ മരവിച്ച് തണുത്തിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം, പ്രത്യേകിച്ച് ഉള്ളം കൈ. അപ്പോൾ അത് നമ്മൾ കൈയൊക്കെ കുടഞ്ഞൊക്കെ മാത്രമേ പിന്നെ അതൊന്ന് നോർമലാകത്തുള്ളൂ. അപ്പോൾ ഇതിൽ പെരുപ്പ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഗുളിക വെച്ചിട്ട് അല്ലെങ്കിൽ കൈയുടെ ചില സ്പ്രിൻറ്റുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ ഇഞ്ചക്ഷൻ എടുത്തോ നമുക്കതിനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന മസിലുകൾക്ക് വീക്ക്നെസ് വരുന്നുണ്ടെങ്കിൽ ഇതൊരു ചെറിയ ഓപ്പറേഷൻ വഴി കറക്റ്റ് ചെയ്യാവുന്നൊരു സാധനമാണ്. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടോ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. കാരണം അത് കറക്റ്റ് ചെയ്താൽ ചിലവർക്കത് മാറും. ഇതെന്തുകൊണ്ടാണ് ഈ സ്ത്രീകളിൽ കൂടുതലായിട്ട് വരുന്നത്? സ്ത്രീകളുടെ കൈയുടെ അനാറ്റമി ആണുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടാണ്. അപ്പോൾ ആ ഞരമ്പ് സഞ്ചരിക്കുന്ന ഒരു ചെറിയൊരു ടണൽ പോലത്തെ ഒരു സ്ഥലത്തൂടെയാണ്. ആ ടണലിൻ്റെ ഷേപ്പ് സ്ത്രീകളിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. മാത്രമല്ല അത് കുറച്ചുകൂടെ ചെറുതാണ്. മാത്രമല്ല പ്രഗ്നൻസി അങ്ങനത്തെ ഹോർമോണൽ ചേഞ്ചുകൾ വരുമ്പോൾ ശരീരത്തിൽ പലയിടത്തായിട്ട് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാകും. അതായത് നമ്മൾ നീര് വരിക എന്ന് പറയുന്നത് അത് സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളിലും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടും ആ ഞരമ്പിന് ഇച്ചിരി ഞെരുക്കം കൂടുതൽ അനുഭവപ്പെടും. അതുകൊണ്ടാണ് സ്ത്രീകളുടെ കൂടുതൽ കാണുന്നത്. ന്യൂറോ ഫിസിയോളജിയിലും മാമിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് കാണുന്നുണ്ട്. അപ്പം ഈ വായിച്ചത് ഈ ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റെഗുലർ ചെക്കപ്പിന് MRI ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും എടുക്കണമല്ലോ. അത് ഇത്രയും ചിലവേറിയതുമാണ്. അപ്പോൾ ചിലവ് കുറഞ്ഞതാണ് ഈ ന്യൂറോ ഫിസിയോളജി ടെസ്റ്റുകൾ. അപ്പോൾ അത് എത്രമാത്രം പ്രായോഗികമാണ്? ന്യൂറോ ഫിസിയോളജി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ന്യൂറോമസ്കുലർ രോഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, ഞരമ്പുകളെ പഠിക്കുന്ന നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയും മസിലുകളെ പഠിക്കുന്ന EMG ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയുന്ന സ്റ്റഡീസുമാണ്. MRI ചെയ്യുന്ന കാര്യങ്ങളും MRI കൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി കൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. തലച്ചോറിനോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിനോ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പഠിക്കാൻ MRI തന്നെ വേണം. ഞാൻ ഉദാഹരണം മൾട്ടിപ്പിൾ സ്ക്ലറോസിന് പുറത്തുള്ള ഞരമ്പുകൾക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കാനായിട്ട് നമുക്ക് ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയോ EMGയോ കൊണ്ടൊന്നും സാധിക്കില്ല. എന്നാൽ ഇപ്പോൾ ALS എന്ന് പറയുന്ന രോഗം, മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന രോഗം, ഇതൊക്കെ പുറത്തുള്ള ഞരമ്പുകളെ ബാധിക്കുന്നതാണ് പ്രധാനമായിട്ടും. അപ്പോൾ അവയൊക്കെ പഠിക്കാനായിട്ട് MRIയുടെ ആവശ്യമില്ല. അത് പഠിക്കാനായിട്ട് നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയോ EMGയോ ആണ് ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ ഏതാണ് രോഗമെന്നനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ വില വ്യത്യാസം ഒരു വലിയ പ്രശ്നമാണ്. MRI വളരെ കോസ്റ്റ്ലി ഒരു ടെസ്റ്റാണ്. നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു 2000 രൂപയ്ക്കകത്ത് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. അപ്പം അതും ആ ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് മാറി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയല്ല ഇത്. ഈ പേഷ്യൻസിനൊക്കെ ഈ യൂറോളജിയിലൊക്കെ കുറച്ച് വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ബ്ലാഡർ, ബവൽ ഡിസ്ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമല്ലോ. അതൊക്കെ മാനേജ് ചെയ്യാൻ അവരെ എങ്ങനെയാണ് പരിശീലിക്കുക? അപ്പോൾ ഇതിൽ യൂറോളജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന രോഗത്തിലും പിന്നെ ഞാനിപ്പം വർക്ക് ചെയ്യുന്ന അല്ലാത്ത പാർക്കിൻസൺസ് രോഗങ്ങൾ അങ്ങനത്തെ ചില വിഭാഗം ന്യൂറോളജി രോഗങ്ങളിലും ഈ ബ്ലാഡർ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും വളരെ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു ഇതെന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡ് ആക്സിഡൻസ് കാരണം സ്പൈനൽ കോഡിന് ഇഞ്ചുറി വരുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൽ ഒരു 3-4 ടെക്നിക്ക് വഴിയാണിത് മാനേജ് ചെയ്യുന്നത്. ഒന്ന്, നമ്മളുടെ ദിനചര്യകൾ ശരിയാക്കുക എന്നുള്ളത്. വെള്ളം കുടിക്കുന്നത് എപ്പോൾ, ഏത് സൈസ് വെള്ളമാണ് കുടിക്കുന്നത്, ചായ കാപ്പിയൊക്കെയാണോ കൂടുതൽ കുടിക്കുന്നത് അതോ സാധാ വെള്ളമാണോ, അപ്പോൾ അങ്ങനത്തെ ദിനചര്യയിലുള്ള ലൈഫ് സ്റ്റൈലായിട്ടുള്ള ചേഞ്ചസ് വരുത്താനുണ്ട്. കാരണം ഏതാണ് അത് ഓരോന്നിനും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രധാന പ്രശ്നമുള്ളത് കൺട്രോളിൻ്റെ പ്രശ്നം. അതായത് നമുക്ക് ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പോകാനായിട്ടുള്ള പ്രയാസം വരിക, അല്ലെങ്കിൽ 1-1.5 മണിക്കൂർ ആകുമ്പോഴേ പോകണം എന്ന് തോന്നുക.
അപ്പം അങ്ങനെയുള്ളവർക്ക് അവരെത്ര വെള്ളം കുടിക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് ദിവസം അളക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എപ്പോഴൊക്കെയാണ് കുടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ദിവസം കുടിക്കുന്നത് ഒരു 3 ലിറ്ററിന് അടുപ്പിച്ചാണെങ്കിൽ അതൊന്ന് കുറച്ച് ഒരു 2 ലിറ്ററിലൊക്കെ കൊണ്ടുവരിക എന്നുള്ളത്. രാത്രി സമയങ്ങളിൽ കുടിക്കാതിരിക്കുക എന്നുള്ളത്, അതായത് ഒരു 7 മണിക്കോ 8 മണിക്കോ ശേഷം വെള്ളം കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ നൈറ്റ് അപ്പോൾ ഉറക്കം കളഞ്ഞ് പലതവണയായിട്ട് എണീക്കേണ്ടി വരും എന്നുള്ളത്. ചായ കാപ്പി കുടിക്കുന്നത് കുറയ്ക്കുക, കാരണം അത് യൂറിൻ പോകാനുള്ള ടെൻഡൻസി കൂട്ടുന്ന ഇതാണ്. പിന്നെ മദ്യം നമ്മൾ പറയണം, മദ്യം എല്ലാത്തിനും കേടാണ്, അത് യൂറിൻ കൂടുതൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ആ രീതിയിൽ നമ്മുടെ ഡയറ്റ് ആ വെള്ളം എടുക്കുന്ന രീതി ഒന്ന് അത് മോഡിഫൈ ചെയ്യണം. രണ്ടാമത്തത്, ഇങ്ങനെ ടെൻഡൻസി ഉള്ള ആൾക്കാർ നമുക്ക് ഈ തോന്നലുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോഴേ അങ്ങ് ടോയ്ലറ്റിൽ പോവാം. അപ്പം ആ ഒരു പ്രോബ്ലം അവർക്ക് എംബാരസ്മെൻറ്റ്, അത് നമ്മൾ പബ്ലിക്കലി ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുകയും നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുകയും വരുന്നൊരു സാഹചര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളായിട്ട് ടൈം ചെയ്ത് അങ്ങ് പോവുക. എപ്പോഴാണ് സൗകര്യമുള്ള അപ്പോൾ 1-2 മണിക്കൂർ കൂടുമ്പോൾ പോവുക. പിന്നെ ചിലവർക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അവർക്ക് വേറൊരു രീതിയിലാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇൻഫെക്ഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക എന്നുള്ളത്. സെക്കൻഡ്, യൂറോളജി സംബന്ധമായ മരുന്നുകളും പിന്നെ ചെയ്യാവുന്ന ചില പ്രൊസീജിയേഴ്സും ഉണ്ട്. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിയോതെറാപ്പി. നമ്മുടെ മസിലുകൾ കൂടുതൽ, നമ്മൾ കുറേ നേരം കണ്ടിരുന്നു ഈ കോവിഡ് വന്ന കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരവസ്ഥ കുറച്ചധികം കണ്ടു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുകയാണ്, അവരിങ്ങനെ യൂറിൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം അതങ്ങ് ഒത്തിരി ബ്ലാഡർ നിറയുകയും ഒരു ചെറിയ മൂവ്മെൻറ്റ് വരുമ്പോൾ അതങ്ങ് കുറച്ചങ്ങ് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പം അതുപോലെ അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ മസിൽസ് അങ്ങ് ഓവർ ആക്റ്റീവാണ്, എപ്പോഴും കൺട്രാക്ട് ചെയ്ത് ആ ഭാഗത്തുള്ള മസിൽസൊക്കെ ഇച്ചിരി അബ്നോർമലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനെ പ്രവർത്തനം ശരിയാക്കാനായിട്ട് അത് റിലാക്സ് ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി ഉണ്ട്. റിലാക്സേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അതിനെ കൂടുതൽ കൺട്രാക്ട് ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് തെറാപ്പികളും വളരെ യൂസ്ഫുള്ളാണ്. ഇനി മുന്നോട്ട് എന്താണ്? കാരണം ഈ ന്യൂറോ മസ്കുലർ തകരാറുകൾ ഡയഗ്നോസിസിലും ട്രീറ്റ്മെൻറ്റിലും വരാൻ പോകുന്ന മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നമ്മുടെ ന്യൂറോമസ്കുലർ രോഗങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ MS എന്ന് പറയുന്നത് ശരിക്കും 8 രോഗമേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് മുന്നോട്ട് വേണ്ട ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ, ഒന്ന് അസുഖം വരുത്താതിരിക്കാൻ മാർഗമുണ്ടോ, അതിൻ്റെ സ്റ്റഡീസുണ്ട്. എപ്സ്റ്റീൻ ബാർ വൈറസിനെതിരെ ഒരു വാക്സിനേഷൻ എടുത്താൽ ഇത് വരാതിരിക്കുമോ, അങ്ങനത്തെ ചിന്താഗതികളുണ്ട് ഇപ്പോൾ. രണ്ടാമത്തത്, ഇതിൻ്റെ പ്രോഗ്രസീവ് ഫോം ഉണ്ടല്ലോ, നമുക്ക് അസുഖം പണ്ട് വന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് കൂടുതൽ വരുന്നത്, അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ആസ്പെക്റ്റ്. ഇത് രണ്ടുമാണ് ഒരു മെയിൻ തിങ്. പിന്നെ വന്ന പ്രശ്നങ്ങളെല്ലാം നോർമലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്താഗതി. അപ്പോൾ ഇതാണ് MS-ൻ്റെ സൈഡിൽ നമുക്ക് ഇനിയും ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളുള്ളത്. ന്യൂറോമസ്കുലർ രോഗങ്ങളെന്ന് പറയുന്ന ഒരു വളരെ വൈഡായിട്ടുള്ള ഒരു സെറ്റ് രോഗങ്ങളാണ്, കാരണം പല രോഗങ്ങൾ അതിൽ പെടുന്നുണ്ട്. പക്ഷേ അതിൽ ഉത്തരം കിട്ടാത്ത 2 നമ്മൾ ഇന്ന് സംസാരിച്ചത് തന്നെയാണ്. ഒന്ന് ജനിതക രോഗങ്ങളും, രണ്ടാമത്തത് ALS എന്ന് പറയുന്ന രോഗവുമാണ്. അപ്പോൾ ഇവയ്ക്കൊക്കെ ഈ ജനറ്റിക് തെറാപ്പീസ് ഒത്തിരി പുതിയത് വരുന്നുണ്ട്. അപ്പോൾ ജനിതക ടൈപ്പ് ALSകൾക്ക് അതിൻ്റെ ഒരു 5% ഉള്ളൂ ജനിതക ടൈപ്പ് ഉള്ളത്. അതിന് ചികിത്സകൾ പുതിയതായിട്ട് വരുന്നുണ്ട്. ഈ ജനിതകമായിട്ടുള്ള രോഗം, അപ്പോൾ എല്ലാത്തിനും കാരണം നമുക്കറിയാം. ജനിതക രോഗങ്ങളുടെ പ്രത്യേകത അതാണ്, എന്താണ് കാരണം എന്ന് നമുക്കറിയാം. അപ്പോൾ അതെങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അത് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഒരു അടുത്ത 5-10 വർഷത്തിനുള്ളിൽ ഇതിലെ ഒരു 10 രോഗങ്ങൾക്കെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന രോഗങ്ങൾക്കൊരു ചികിത്സ ഉണ്ടാകും എന്നുള്ളതും, ഇതിനൊരു 100-400 ടൈപ്പ് പല ജീനിനുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ജീനിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് മസിലിനെയോ നെർവിനെയോ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള രീതിയുണ്ടോ. അപ്പോൾ അങ്ങനത്തെ സ്റ്റഡീസ് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ മുന്നോട്ടുള്ളത് ഇതിൽ. പിന്നെ ഞാൻ ALS-ൻ്റെ കാര്യം പറഞ്ഞു, എല്ലായിടത്തും സ്റ്റഡീസ് നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 2 സ്റ്റഡീസിന് വേണ്ടി കോൾ വന്നിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ റിസർച്ച് ഇതിൽ നടക്കുന്നുണ്ട്? നമ്മുടെ രാജ്യത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വളരെ സ്ട്രോങ് അല്ല എന്നുള്ളതാണ് സത്യം. ഈ പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് നമുക്കത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ICMR-ൻ്റെ നമ്മുടെ കോൾ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, റെയർ ഡിസീസിൽ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ടോ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ആ തീവ്രത കുറയ്ക്കാനായിട്ടോ ഉള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോൾ വരുന്നത്. അപ്പം ഗവൺമെൻറ് ചിന്താഗതി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനുണ്ട്. പക്ഷേ ഒരു വിദേശത്തൊക്കെ നടക്കുന്ന രീതിയിലുള്ള ഒരു റിസർച്ച് നടക്കാനായിട്ട് നമുക്കിനിയും കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇവിടെ ഈ ജീനോം സീക്വൻസിങ് ഒക്കെ എല്ലാവരുടെയും വേണം. ഇപ്പം നമ്മൾ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്ത് പ്രതീക്ഷിക്കാനുണ്ട്? ഇന്ത്യയിൽ ആ ഒരു വളരെ പോസിറ്റീവ് കാര്യമുണ്ട്. നമുക്ക് ജനിതക സ്റ്റഡീസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതിനിപ്പം MRI 10,000 രൂപയാണ്, ജനിതക സ്റ്റഡി ചെയ്യാനായിട്ട് 15,000 രൂപയാവുന്നുള്ളൂ.
ചിലപ്പം ഇത് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഒരു പ്രയാസമില്ല. പിന്നെ അതിൽ കിട്ടിയില്ല, ഇപ്പോൾ നമുക്കൊരു 60%-70% നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് കിട്ടത്തുള്ളൂ. കിട്ടാത്തവരിൽ കുറച്ച് കൂടുതൽ വില കൂടിയ ടെസ്റ്റുകൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തേക്കുന്ന സഹായം എന്ന് പറയുന്നത് ആ ഇനീഷ്യൽ ടെസ്റ്റുകൾ, ഏറ്റവും സാധാരണമായി കാണുന്ന രോഗങ്ങൾ ഉള്ള ടെസ്റ്റുകൾ ഇച്ചിരി വില കുറച്ചോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ ചെയ്യാനുള്ള ഇതുണ്ടാക്കുക എന്നുള്ളതാണ്. അത് നടക്കുന്നതേ ഉള്ളൂ, എവിടെയും ഇതുവരെ ഫുള്ളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ പിന്നെ ശരിക്കും വേണ്ട ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് ജനറ്റിക് ലാബുകൾ. അതായത് നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്തു ഒന്നും കിട്ടിയില്ല, അപ്പം ഇതിൻ്റെ ഓരോരോ ജീനിനെ എടുത്ത് വെച്ച് പഠിക്കാൻ കഴിവുള്ള ആൾക്കാർ ആ രീതിയിൽ. അപ്പോൾ അത് അവർ ഡോക്ടേഴ്സുമായിട്ടും അവർക്ക് സംസാരിക്കാൻ പറ്റണം. അങ്ങനെ എന്താണോ പ്രയാസമുള്ളത് അതിന് തക്കതായുള്ള ജീൻസ് തന്നെ പഠിക്കണം. അപ്പം അങ്ങനെ ഒരു റിസർച്ച് ഫെസിലിറ്റീസും സർക്കാർ ലെവലിൽ നിന്നേ അതുണ്ടാകാനൊക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ ജിനോം സീക്വൻസ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ അസുഖങ്ങൾ വരാൻ ഉണ്ട് ഇങ്ങനെ. അപ്പോൾ അത് കണക്കാക്കി മാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ആ കെയർ എത്തിക്കുക, ആ ഒരു രീതിയിലേക്ക് പോകുന്നതിൽ സാധ്യതകൾ എത്രമാത്രം? അതൊരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പറയുകയാണ് നിയോൻറ്റിനൽ സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ സ്ക്രീൻ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ എയിം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന രോഗങ്ങൾ മാത്രമേ നമ്മൾ സ്ക്രീൻ ചെയ്യാറുള്ളൂ. ചിലതുണ്ട് ഡയറ്റ് വെച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മളുടെ ശരീരത്തിൽ ചില ഡയറ്ററി എൻസൈംസ് കറക്റ്റ് അല്ല, അപ്പോൾ അത് കാരണം ബ്രെയിനൊക്കെ തന്നെ ഡാമേജ് വരാം. അപ്പോൾ അതൊക്കെയുള്ള അസുഖങ്ങൾ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. SMAക്ക് ചികിത്സയുണ്ട്, അതിനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനത്തെ രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ജീൻസും ഒരാളിൽ സ്റ്റഡി ചെയ്യുന്നത് ഇപ്പോൾ ഒരു നല്ല കാര്യമായിട്ട് കണ്ടിട്ടില്ല. കാരണം ജീനിലുള്ള ഒരു ചെറിയ തകരാറ് മാത്രമായിരിക്കണം എന്നില്ല പിന്നെ ആ രോഗം ഉണ്ടാകുന്നത്. ചിലപ്പോൾ തന്നെ ജനറ്റിക് ചേഞ്ചസ് ഉണ്ട്, ഒരു രോഗവും ഇല്ലാതെ നടക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒരു ഉപാധി ഇല്ലാത്തത് നമ്മൾ സാധാരണ നോക്കാറില്ല. കാരണം ആൾക്ക് രോഗം വരണം എന്നില്ല, രോഗം വരാത്തവർക്കൊരു ഗിൽറ്റും ഉണ്ട്. ചിലപ്പോൾ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും രോഗമുണ്ട്, അവർക്ക് ആ ജീൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കാരണം വളരെ ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവരൊരു ഭയത്തിൽ ഇങ്ങനെ ജീവിക്കണം, രോഗം വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന രോഗങ്ങൾക്ക് മാത്രമേ ഈ പോയിന്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. വേറൊരു ആസ്പെക്റ്റ് ഉള്ളത്, നമ്മളുടെ കഴിവിൻ്റെ കുറച്ച് അധികമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിവിനെക്കാട്ടിലും കൂടുതലാണ് ടെക്നോളജിയുടെ കഴിവ് ഇപ്പോൾ. അപ്പോൾ അതിന് കുറേ ജീൻ ചേഞ്ചസ് ഉണ്ടെന്ന് കാണിക്കാൻ കഴിയും. എന്നാൽ ഈ ജീൻ ചേഞ്ചസ് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടെക്നോളജിയിൽ നമ്മൾ സൂക്ഷിച്ചേ നമ്മളത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. വളരെയധികം നന്ദി ഡോക്ടർ. കാരണം ഇത്രയും ആഴ്ചയിൽ 7 ദിവസവും രോഗികൾക്ക് വേണ്ടി ചിലവാക്കുകയാണ്. അപ്പോൾ അത്രയും 24 hours ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർ ഇത്രയും സമയം കണ്ടെത്തി ഇവിടെ വന്നതിനും ഇതെല്ലാം വിവരിച്ച് തന്നതിനും വളരെയധികം നന്ദി. ക്ഷണിച്ചതിന് വളരെയധികം നന്ദി. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. വളരെ എൻജോയ് ചെയ്തു. താങ്ക് യു. This is Science Talk. Until next time, keep asking questions, staying curious, and building a better tomorrow.